ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCERT സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലുള്ള 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കെമിസ്ട്രി ചാപ്റ്റർ ആയിട്ടുള്ള പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളതാണ്. ഇതിനു മുന്നേ നമ്മളൊരു കെമിസ്ട്രി ക്ലാസ് ചെയ്തിരുന്നു, പദാർത്ഥ സ്വഭാവം. അത് മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പൂളിനകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറയുകയാണ്, നോട്ടിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ടെലഗ്രാം ചാനലിന്റെ പേര് PSC ബേസിക്സ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളിൽ തുല്യ എണ്ണം ആറ്റങ്ങളുള്ളവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളിൽ തുല്യ എണ്ണം ആറ്റങ്ങളുള്ളവ തിരഞ്ഞെടുക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയ, H2O, സിംഗിൾ ക്ലോറൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, H2O2 എന്നിവയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും തുല്യ എണ്ണം? ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ഒരു കാർബൺ ആറ്റം ഉണ്ട്, 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ആറ്റങ്ങളുണ്ട്? 3 ആറ്റങ്ങളാണ് ഉള്ളത്. അടുത്തത് NaCl-നകത്ത് ഒരു സോഡിയത്തിനകത്തും ക്ലോറിനും ഉണ്ട്. അങ്ങനെ 2 ആറ്റങ്ങളാണ് ഉള്ളത്. അടുത്ത NH3-കകത്ത് H3 3 ഹൈഡ്രജൻ ആറ്റം, ഒരു സോഡിയം ആറ്റം, അങ്ങനെ 4 ആറ്റങ്ങളാണ് ഉള്ളത്. H2-നകത്ത് 2 ഹൈഡ്രജൻ ആറ്റം, പിന്നെ ഓക്സിജൻ. അപ്പം എത്ര ആവും? 3 ആവും. അപ്പോൾ H2Oയും കാർബൺ ഡൈ ഓക്സൈഡിനും എത്ര ആറ്റങ്ങൾ വീതമുണ്ട്? 3 ആറ്റങ്ങൾ വീതം ഉണ്ട്. അടുത്തത് സിംഗിൾ ക്ലോറൈഡ് ആണ്, Cl2 ആണ്. അപ്പൊ 2 ക്ലോറിൻ ആറ്റം, പിന്നെ സിങ്കും ഉണ്ട്. അപ്പൊ 3 ആറ്റം. അപ്പൊ അതും നമുക്ക് ഇതിനകത്ത് ചേർക്കാം, ഒരേ ആറ്റം ഉള്ളത്. അടുത്തത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡിനകത്തും 2 ഓക്സിജൻ ആറ്റവും ഒരു സൾഫർ ആറ്റവും ചേർന്ന് 3 ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് 3 എണ്ണമാണ് തുല്യ എണ്ണം ആറ്റങ്ങൾ ഉള്ളവയാ. ഓക്കെ, ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. ഫസ്റ്റ് അലൂമിനിയം, ഫെറം, കാലിയം, ഓറം, കുപ്രം. നമുക്ക് നോക്കാം. ഫസ്റ്റ് അപ്പൊ നമുക്ക് ഇതിന്റെ ടേബിൾ വെച്ചിട്ട് അങ്ങ് പഠിച്ചു വെക്കാം. എന്താണ്? ഫസ്റ്റ് സ്വർണ്ണമാണ്. സ്വർണത്തിന്റെ പ്രതീകത്തിന് എന്താണ്? AU എന്നാണ് സ്വർണത്തിന്റെ പ്രതീകം. എന്താണ്? AU ആണ്. അങ്ങനെ പ്രതീകത്തിന് കാരണമായ പേര് ഓറമാണ്. അപ്പൊ സ്വർണത്തിന്റെ പ്രതീകത്തിന് കാരണമായ പേരെന്താണ്? ഓറം. ഈ ഓറത്തിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആണ് AU. അതാണ് സ്വർണത്തിന്റെ പ്രതീകം. അടുത്തത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ പേരെന്താണ്? പ്രതീകത്തിന് കാരണമായ പേര് കാലിയമാണ്. കാരണം പൊട്ടാസ്യത്തിന്റെ പ്രതീകം K ആണ്. അപ്പൊ ഈ K ആണ് പൊട്ടാസ്യത്തിന്റെ പ്രതീകം. അത് കാലിയം എന്ന പേരിൽ നിന്നാണ് ഉണ്ടായത്. അടുത്തത് ചെമ്പ്. ചെമ്പ് കുപ്രമാണ്. അതിൽ നിന്നും കുപ്രത്തിൽ നിന്നും ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുത്തിട്ടാണ് എന്തെടുത്തിരിക്കുന്നത്? കുപ്രത്തിന്റെ പ്രതീകമായ Cu എടുത്തിരിക്കുന്നത്. അടുത്തത് ഇരുമ്പാണ്. ഇരുമ്പിന്റെ പ്രതീകത്തിന് കാരണമായ പേര് ഫെറമാണ്. ഫെറം എന്നതിന്റെ 2 ലെറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്, Fe. അതുകൊണ്ട് Fe ആണ് ഇരുമ്പിന്റെ പ്രതീകം. അടുത്തത് അലൂമിനിയം. അലൂമിനിയത്തിന്റെ എന്താണ് പ്രതീകത്തിന് കാരണമായ പേര്? അലൂമിനിയം തന്നെയാണ്. സോ അലൂമിനിയത്തിന്റെ Al ആണ് നമ്മൾ പ്രതീകമായി എടുത്തത്. അപ്പൊ സ്വർണം ഓറമാണ്, AU ആണ് പ്രതീകം. പൊട്ടാസ്യം കാലിയം ആണ്, കാലിയത്തിൻ്റെത് K ആണ് പ്രതീകം. ചെമ്പ് കുപ്രം, Cu ആണ് പ്രതീകം. ഇരുമ്പ് ഫെറം, Fe ആണ് പ്രതീകം. അടുത്തത് അലൂമിനിയം Al ആണ് പ്രതീകം. അലൂമിനിയം തന്നെയാണ് പ്രതീകത്തിന് കാരണമായ പേര്. അടുത്ത ചോദ്യം ഇതാണ്, പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ്, വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ആര്? വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവി ആണ്. അപ്പൊ ഹംഫ്രി ഡേവി എന്താണ് കണ്ടെത്തിയത്? വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ ജലത്തിലൂടെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവി ആണ്. അടുത്തത് ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചത് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. H2O ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ്. ഹംഫ്രി ഡേവി എന്താണ് കണ്ടെത്തിയത്? വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം. അപ്പൊ വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയും ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത്. ഇരുമ്പ് തുരുമ്പിക്കുന്ന
പ്രവർത്തനത്തിന്റെ രാസസമവാക്യം ഇവിടെ നൽകിയിരിക്കുന്നു. 4Fe + 3O2 = 2Fe2O3 വരും. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക. അഭികാരകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. കിട്ടുന്നവയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് ആകെ അഭികാരക ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. അഭികാരകങ്ങൾ ഇവിടെ ഏതൊക്കെയാണ്? ഇരുമ്പും ഓക്സിജനും ആണ്. ഉൽപ്പന്നം ഏതാണ്? അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ്. 4 + 6 എത്ര? 4 ഫെറമാറ്റവും പിന്നെ 3 2 6 അല്ലേ? O2 ആകുമ്പോൾ 2, അങ്ങനെയുള്ള 3 2 6 ഓക്സിജൻ ആറ്റങ്ങളും കൂടെ ചേർന്നിട്ട് മൊത്തം 10 ആറ്റങ്ങളാണ് ഇതിൽ വരുന്നത്. 10 അഭികാരക ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. 10 അഭികാരക ആറ്റങ്ങൾ. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എത്രയാണ്? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരൊറ്റ കോമ്പൗണ്ട് ആണ് വരുന്നത്. സോ അവിടെ 2 ആറ്റങ്ങളാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. രാജ്യം, ശാസ്ത്രജ്ഞൻ, ഗ്രഹം, നിറം, നെപ്റ്റ്യൂണിയം, RB, PU, യുറേനിയം ഇത്രയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രതീകം. പ്രതീകം മൂലകത്തിന്റെ പേര് എന്താണ്? അമരേഷ്യം എന്ന പേരിൽ നിന്നാണ് AM ഉണ്ടായത്. മൂലകത്തിന്റെ പേരെന്താണ്? അമരേഷ്യം. അമരേഷ്യം എന്ന പേര് മൂലകത്തിന് കിട്ടിയത് അമേരിക്ക എന്ന പേര് വെച്ചിട്ടാണ്. അപ്പൊ രാജ്യത്തിന്റെ പേര് വെച്ചിട്ടാണ്. അടുത്തത് RB ആണ് റുബീഡിയത്തിന്റെ പ്രതീകം. RB ആണ് റുബീഡിയത്തിന്റെ പേര്. റുബീഡിയം ഒരു നിറത്തിൽ നിന്നാണ് എന്തുണ്ടായത്? റുബീഡിയം എന്ന മൂലകം ഉണ്ടായത്. അടുത്തത് NP ആണ് നെപ്റ്റ്യൂണിയം. RB റുബീഡിയം, NP നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം എന്നത് ഗ്രഹത്തിന്റെ പേരിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം ഉണ്ടായത്. അടുത്ത ചോദ്യം. F എന്നത് ഫ്ലൂറിന്റെ പ്രതീകമാണ്. F2, 2F, 2F2 എന്നിവ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? 5F2 എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട്? നോക്കാം. ഫസ്റ്റ് Fന്റെ ഒരു തന്മാത്രയാണ് F2 എന്നത്. എന്താണ് F2? Fന്റെ ഒരു തന്മാത്രയാണ് F2. അടുത്തത് 2F എന്നാൽ Fന്റെ 2 ആറ്റങ്ങളാണ്. Fന്റെ 2 ആറ്റങ്ങളാണ് 2F. 2F2 എന്ന് വെച്ചാൽ എന്താണ്? Fന്റെ 2 തന്മാത്രകളാണ്. അപ്പോൾ F2 ആയിട്ട് നിൽക്കുന്നത് തന്മാത്ര, F ആയിട്ട് മാത്രം നിൽക്കുന്നതെങ്കിൽ അത് ആറ്റങ്ങളാണ്. അങ്ങനെ 2 ആറ്റമാണ് 2F. 2F2 എന്നാൽ 2 തന്മാത്രകളാണ്. Fന്റെ 2 തന്മാത്രകളാണ്. 5F2 എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട്? എത്ര തന്മാത്രയുണ്ട്? 5 തന്മാത്രയാണുള്ളത്. ആറ്റങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 2 കൊണ്ട് ഇവിടെ ഗുണിക്കണം. അപ്പൊ 5 2 10 ഫ്ലൂറിൻ ആറ്റങ്ങളാണ് 5F2 ഉള്ളത്. അടുത്ത ചോദ്യം. അനുയോജ്യമായി പൂരിപ്പിക്കുക. മൂലകത്തിന്റെ പേര് അയൺ. ഫെറം പ്രതീക Fe. പൊട്ടാസ്യം എന്താണ്? കാലിയോ ആണ്, K ആണ്. അടുത്തത് കുപ്രം നമ്മൾ പറഞ്ഞതാണ്, കോപ്പറിൻ്റെതാണ്. അപ്പൊ അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അടുത്തത് അനുയോജ്യമായത് പൂരിപ്പിക്കുക. മൂലകത്തിന്റെ പേര് കാർബൺ. പ്രതീകം എന്താണ്? C ആണ്. N എന്നുള്ള പ്രതീകം ആർക്കുള്ളതാണ്? നൈട്രജൻ ഉള്ളതാണ്. കാൽഷ്യം. കാൽഷ്യത്തിൻ്റെത് Ca ആണ്, കാൽഷ്യം. ഓക്കെ, Ca ആണ് കാൽഷ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബോയിലിംഗ് ട്യൂബിൽ പഞ്ചസാര എടുത്ത് ചൂടാക്കുന്നു. ഈ പരീക്ഷണത്തിന്റെ പ്രവർത്തന ക്രമം എഴുതുക. ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ട്യൂബിൽ പഞ്ചസാര എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? ലഭിക്കുന്നത് കാർബണും ജലം ആണ് കിട്ടുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പഞ്ചസാര എടുത്ത് ചൂടാക്കുമ്പോൾ കാർബണും ജലവും കിട്ടും. പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പുതിയൊരു പാറ്റേൺ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുള്ളതാണ്. ശരിയായവ മാത്രം എടുത്തെഴുതുക. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ഹൈഡ്രജൻ തന്മാത്ര ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഒരു സംയുക്തത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നതാണ്. തന്നിട്ടുള്ളതിൽ ശരിയായവ മാത്രമാണ് എടുത്തെഴുതാനുള്ളത്. തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളത് ശരിയാണ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്നുള്ളതും ശരിയാണ്. അങ്ങനെ എയും സിയും ആണ് ശരിയായിട്ടുള്ളത്. ഹൈഡ്രജൻ തന്മാത്ര ഒരു ഏകാറ്റോമിക തന്മാത്ര അല്ല. ദ്വയാറ്റോമികവും ട്രയോ അറ്റോമികവും ഒക്കെ ആവാനുള്ള കഴിവ് ആർക്കുണ്ട്? ഹൈഡ്രജന് ഉണ്ട്. ഒരു സംയുക്തത്തിൽ ഏകാറ്റോമിക തന്മാത്ര അല്ല, സോറി, എന്താണ്? ദ്വയാറ്റോമിക തന്മാത്ര H2 ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, H2 ആണ്
ഹൈഡ്രജൻ അല്ലെ. അപ്പൊ ദ്വയാറ്റോമിക തന്മാത്രയാണ്. ദെൻ മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഒരു സംയുക്തത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. സംയുക്തമാണ്, വ്യത്യസ്ത മൂലകങ്ങളാണ്, അപ്പൊ വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരേ സ്വഭാവമല്ല കാണിക്കുന്നത്. അടുത്ത ചോദ്യം, ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. കാർബൺ പ്ലസ് O2 CO2 then H2 plus L2 ഇവയിൽ സമീകരിക്കാത്ത രാസവാക്യം. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ ഈ പ്രവർത്തനം സമീകരിച്ചെഴുതാൻ അതിന്റെ ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യം ഹൈഡ്രജൻ. ഹൈഡ്രജത്തിന് ഒരു ആറ്റം ആണെങ്കിൽ H ആയിട്ട് നിൽക്കും. ഒരു തന്മാത്ര എങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്? ദ്വയാറ്റോമിക, 2 ആറ്റമായിട്ടേ നിൽക്കത്തുള്ളൂ. സോ H2 ആണ്. സോഡിയത്തിന്റെ ഒരാറ്റം Na ആയിട്ട് നിൽക്കും. ഒരു തന്മാത്രയാണെങ്കിലും Na ആയിട്ട് നിൽക്കും. ഫോസ്ഫറസ് ആണെങ്കിലോ ഒരാറ്റം P ആണ്, പക്ഷേ ഒരു തന്മാത്ര ആവണമെങ്കിൽ അത് P4, 4 ആറ്റങ്ങൾ ചേർന്നേ ഒരു തന്മാത്ര ആകത്തുള്ളൂ. 6H2വിലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കി എഴുതുക. 6H2 എത്ര തന്മാത്രയുണ്ട്? 6 തന്മാത്രയുണ്ട്. എത്ര ആറ്റങ്ങളുണ്ട്? 6 × 2 12 ആറ്റങ്ങളാണ് ഉള്ളത്. 5Na തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 5 തന്മാത്രയുണ്ട്, 5 ആറ്റങ്ങളും ഉണ്ട്. 10 തന്മാത്ര ഫോസ്ഫറസിന്റെ ചുരുക്കെഴുത്ത് എത്രയാണ്? ചുരുക്കെഴുത്ത് എങ്ങനെ എഴുതും? നമ്മൾ 10P4 എന്ന് എഴുതും. 10P4 മൊത്തം എത്ര ആറ്റങ്ങൾ വരും? 40 ആറ്റങ്ങൾ വരും. ഇതുപോലെ എഴുതും. 10P4 40 ആറ്റങ്ങളാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് കാൽഷ്യം. കാൽഷ്യം എന്താണ്? ലാറ്റിൻ പേര് കാൽഷ്യം ആണ്. ദെൻ Ca ആണ്. സോഡിയം നേട്രിയം ആണ്. സോഡിയം എന്താണ്? നേട്രിയം ആണ്. അടുത്ത ചോദ്യം, അത് Na ആണ് പ്രതീകം. ക്ലോറിൻ ആണ്. Cl ആണ്. അയൺ എന്താണ്? ഫെറോ ആണ്. ദെൻ Fe ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഇതൊക്കെ വന്നിരിക്കുന്നത് ലാറ്റിൻ നാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോഡിയം, അയൺ ഏതൊക്കെയാണ്? സോഡിയത്തിൻ്റെത് നേട്രിയം, അയണിൻ്റെത് ഫെറം. ഇവയുടെ പ്രതീകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ലാറ്റിൻ നാമത്തിൽ നിന്നാണ്. ഓക്കെ, അനുയോജ്യമായവ ചേർത്തെഴുതുക. ഫസ്റ്റ് ക്യൂറിയം. ക്യൂറിയം എന്താണ്? മേരി ക്യൂറി എന്ന പേരിൽ നിന്നാണ് ക്യൂറിയം വന്നത്. മേരി ക്യൂറി, അതിൽ നിന്നാണ് ക്യൂറിയം വന്നത്. Cm ആണ് ക്യൂറിയത്തിന്റെ പ്രതീകം. അടുത്തത് ക്ലോറിൻ. ക്ലോറിൻ വന്നത് എവിടെ നിന്നാണ്? ക്ലോറോ എന്ന വേർഡിൽ നിന്നാണ് വന്നത്. Cl ആണ് പ്രതീകം. അടുത്തത് പൊളോണിയം. പോളണ്ടിൽ നിന്നാണ് ആ ഒരു പേര് വന്നത്. PO ആണ് പ്രതീകം. നെക്സ്റ്റ് ടൈറ്റാനിയം. ടൈറ്റാനിൽ നിന്ന് വന്നതാണ് ടൈറ്റാനിയം. Ti ആണ് പ്രതീകം. ഒന്നും കൂടി പറയാം. ക്യൂറിയം, മേരി ക്യൂറി എന്താണ്? Cm ആണ്. ക്ലോറിൻ, ക്ലോറോ, Cl. പൊളോണിയം, പോളണ്ട്, ദെൻ PO, ദെൻ ടൈറ്റാനിയം, ടൈറ്റാൻ, Ti ആണ്. അടുത്ത ചോദ്യം, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുത്ത് ശക്തമായി ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ അടുത്ത വശത്ത് കാണപ്പെടുന്ന കറുത്ത പദാർത്ഥം ഏത്? കാർബൺ ആണ് കറുത്ത പദാർത്ഥം. ആ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ കാണപ്പെടുന്നത് ജലമാണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രോ കാർബൺ ആണ്. സോ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഒരു ചൈന ഡിഷിൽ കുറച്ച് കർപ്പൂര കഷ്ണങ്ങൾ എടുത്ത് ശക്തിയായി ചൂടാക്കുന്നു. എന്ത് സംഭവിക്കും? കർപ്പൂരം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകും. ശക്തമായി ചൂടാകുമ്പോൾ കർപ്പൂരം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, കർപ്പൂരം ഡയറക്റ്റ് ലിക്വിഡ് ആവത്തില്ല, നേരെ വാതകമായിട്ട് പോകത്തേ ഉള്ളൂ. ഉൽപ്പന്നമാണ് ആ പ്രവർത്തനത്തിന്റെ പേര്. സോ കർപ്പൂരം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. കർപ്പൂരത്തിന്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കണികകൾ കാണാൻ കഴിയാത്തത് കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതായതിനാലാണ്. ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കുക. 10NH3 എത്ര ആറ്റങ്ങളുണ്ട്? അപ്പൊ നോക്കുക, 10 നൈട്രജൻ ആറ്റമുണ്ട്. ഹൈഡ്രജന്റെ 30, 3 × 10, അപ്പൊ 30, അങ്ങനെ മൊത്തം 40 ആറ്റങ്ങള്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ C12 ആണ്. അപ്പൊ C12 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 12 × 4 എടുക്കുക, ദെൻ 4 × 22, അങ്ങനെ ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ മൊത്തത്തിൽ 180 എന്ന് കിട്ടും. ഇവിടെ സിങ്കിന്റെ കേസിലാണെങ്കിലോ 5, സിങ്ക് മാത്രം എടുക്കുകയാണെങ്കിൽ 5 പിന്നെ ക്ലോറിന്റെ Cl2, അപ്പൊ 2 × 5 10, അങ്ങനെ 10 + 5 15, അങ്ങനെ 15 കിട്ടും. 8H2O 8 2 16, 16 പിന്നെ ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? 8 ആറ്റം ഉണ്ട്. അപ്പൊ 16 + 8 24 ആറ്റങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താഴെ നൽകിയിട്ടുള്ള സമവാക്യങ്ങളെ സമീകരിക്കുക.
അടുത്തത് നമ്മൾ തന്മാത്രകൾ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? H2SO4 ഹൈഡ്രജന്റെ 2 ആറ്റം, സൾഫറിന്റെ 1, 2 1 3, O4ന്റെ അപ്പൊ 4, അപ്പൊ 4ഉം 3ഉം 7 ആറ്റങ്ങളാണ് ഉള്ളത്. 7 ആറ്റം കണ്ടോ? 7 ആറ്റം. അടുത്തത് C12 12, then H22 അപ്പൊ എത്ര എഴുതും? ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടി വെച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 2 1 3 2 5 മൊത്തത്തിൽ 45. അടുത്തത് 5H2 ആണ്. 5 2 10 10 5. ഈ 5 ഇവിടെ എടുക്കും. ഓക്സിജൻ 5 ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ 15 വരും. ക്ലിയർ ആയല്ലോ? ബോക്സിൽ നിന്നും യോജിച്ചവ തെരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. H2O2, H2O, then HCl. ഇതിനകത്ത് മൂലകങ്ങൾ ഏത്, സംയുക്തങ്ങൾ ഏത്? നിങ്ങൾക്ക് അറിയാലോ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ ക്ലോറിൻ, നൈട്രജൻ ഒക്കെ എന്താണ്? മൂലകങ്ങളാണ്. സംയുക്തങ്ങൾ എന്നാൽ ഒന്നിലധികം മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് സംയുക്തം. സോ H2O, HCl, H2SO4, HNO3 ഒക്കെ സംയുക്തങ്ങളാണ്. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? പദാർത്ഥങ്ങൾ. സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പദാർത്ഥങ്ങളിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ ഏതാണ്? തന്മാത്രകളാണ്. സ്ഥിരമായും അതുപോലെ സ്വതന്ത്രമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകള്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ആറ്റമാണ്. അപ്പൊ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്നത് ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന മൂലക തന്മാത്രകളെ പട്ടികപ്പെടുത്തുക. ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു അറ്റോമികം എന്ന് പറഞ്ഞിട്ട്. H2 എന്താണ്? ദ്വയാറ്റോമികം. Cl2 ദ്വയാറ്റോമികം. F2 ദ്വയാറ്റോമികം. O2 ദ്വയാറ്റോമികം. S8 ആണ്. സൾഫർ 8 ആയിട്ടാണ് നിൽക്കുന്നത്. സോ അത് ബഹു അറ്റോമികമാണ്. സോഡിയം ഏകാറ്റോമികം. ആർഗൺ Ar ഏകാറ്റോമികം. P4 ബഹു അറ്റോമികമാണ്. ഓക്കെ. അടുത്തത്, താഴെ കൊടുത്ത സംയുക്തങ്ങളുടെ രാസസൂത്രം എഴുതുക. ഹൈഡ്രജൻ പെറോക്സൈഡ് 2 ആറ്റങ്ങളുണ്ട്. ഓക്സിജന്റെ 2 ആറ്റങ്ങളുണ്ട്. അപ്പൊ H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സിങ്ക് ക്ലോറൈഡ്, സിങ്ക് Cl2, ZnCl2. ഇതാണ് ഇവ രണ്ടും എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അനുയോജ്യമായവ ചേർത്തെഴുതുക. കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോൾ കാർബണും ഓക്സിജനും ആണ്. കാർബണും ഓക്സിജനും. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജനും ക്ലോറിനും. ജലം, ഹൈഡ്രജനും ഓക്സിജനും. പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയെ ചേർന്നതാണ് പഞ്ചസാര. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായി പൂരിപ്പിക്കുക. പൊളോണിയം ഏതാണ്? പോളണ്ട് ആണ്. ക്രോമിയം, ക്രോമിയം എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത്? ക്രോം എന്നുള്ളതിൽ നിന്നാണ് ക്രോമിയം കിട്ടിയത്. ക്രോമിൽ നിന്നാണ് ക്രോമിയം. നെപ്റ്റ്യൂൺ ആണ്, നെപ്റ്റ്യൂണിൽ നിന്നാണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. മറക്കണ്ട, നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.